السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله نحمده ونصلي على رسوله النبي الكريم وعلى آله وصحبه أجمعين أما بعد. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. كلام قديم لا يمل سماعه تنزه عن قول وفعل ونية به يشتبي من كل داء ونوره دليل لقلبي عند جهلي وحيرتي. فيا رب متعني بسر حروفه ونذر بي قلبي وسمعي ومقلتي. الله سبحانه وتعالى ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ഈ വെള്ളിയാഴ്ച സുദിനത്തിന്റെ ഭാഗത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള നാം ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങൾ അപരാധങ്ങൾ മുഴുവനും അവന്റെ വിശാലമായ ഔദാര്യം കൊണ്ട് പരിപൂർണമായി മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന നമ്മുടെ ജീവിതം അല്ലാഹുവിന്റെ പ്രതീകത്തിലും അവന്റെ ഇഷ്ടത്തിലുമായി ജീവിച്ച് യഥാർത്ഥ മുഅ്മിനായി നടപ്പെടാൻ അല്ലാഹുവിന്റെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മുടെ കുടുംബാംഗങ്ങൾ, എല്ലാ പദവാണികൾക്കും അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗം മറമാടപ്പെട്ടിരിക്കുന്ന പദവാണികൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി, നമ്മുടെ മദ്രസയ്ക്ക് വേണ്ടി നിരന്തരങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും നിസ്സീമമായി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന, അതിൻ്റെ പിന്നിൽ പരിശോധിക്കുന്ന, പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു ലോകത്തും മരണമായ ഉയർന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിബറകത്തി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് യുവാക്കൾ. ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ അടുത്ത സമയത്തായിട്ട് രൂപീകരിക്കപ്പെട്ട CJP എന്ന് പറയുന്ന ഒരു യുവ സംഘടന അവരുടെ വിദ്യാഭ്യാസ മേഖലകളിലുണ്ടായ നിഷേധിക്കപ്പെട്ട ചില അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് പാർലമെന്റിന്റെ മുമ്പിൽ നടത്തിയ ധീരമായ പോരാട്ടങ്ങൾ, അതിൻ്റെ പേരിൽ അവർ അനുഭവിച്ച കഷ്ടതകളും യാതനകളും, അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ സമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ്.
ആ പോരാട്ടത്തിനും സമരത്തിനും പ്രതിരോധത്തിനും പ്രതികരണത്തിനും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. എത്രയൊക്കെ തല്ലുകൊണ്ടിട്ടും അവർ തണുപ്പ് സഹിച്ചും വിശപ്പ് സഹിച്ചും പല ആക്ഷേപങ്ങൾ കേട്ടും സമയവും ആരോഗ്യവും സമ്പത്തും അതിനുവേണ്ടി ചെലവഴിച്ച് അവർ അവിടെ കിടന്ന് സമരം ചെയ്തതിന് പല രീതിയിലുള്ള ഗുണഫലങ്ങൾ അവർക്ക് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ വാർത്താ വിനിമയ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ ശ്രവിച്ചും ശ്രദ്ധിച്ചും കൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്ന്, യുവാക്കൾ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ, ഒരു നാടിന്റെ, ഒരു സമൂഹത്തിന്റെ നട്ടെല്ലുകളാണ്. ഒരു രാജ്യത്തിന്റെ ആളുകളാണ് യുവാക്കൾ എന്ന് പറയുന്നത്. ഒരു സമുദായത്തിന്റെ തന്നെ ഏറ്റവും വലിയ ചാലക ശക്തി എന്ന് പറയുന്നത് യുവാക്കളാണ്. ഒരു മഹലിന്റെ, ഒരു നാടിന്റെ, ഒരു കുടുംബത്തിന്റെ തന്നെ അത്താണി എന്ന് പറയുന്നതും യുവാക്കളാണ്. എന്തുകൊണ്ട് യുവാക്കൾക്ക് ഇത്ര പ്രാമുഖ്യം നമ്മുടെ സമുദായത്തിൽ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, ഏറ്റവും മർമ്മപ്രധാനമായിട്ട് ഒന്നാമതായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് അവരുടെ ആരോഗ്യമാണ്. അതിലുപരി അവരുടെ തന്റേടമാണ്. ആരുടെ മുമ്പിലും എന്തും തുറന്നു പറയാനുള്ള ധൈര്യം, പ്രതികരണശേഷിയുള്ള ഒരു സമൂഹമാണ് യുവസമൂഹം എന്ന് പറയുന്നത്. നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും, നന്മയെ വളർത്താനും തിന്മയെ വളർത്താനും, നന്മ വിരോധിക്കാനും അതേപോലെ തിന്മയെ തടയാനും, ഇതിനെല്ലാം നമ്മുടെ യുവസമൂഹത്തിന് കഴിയും. നന്മയെ വളർത്താനും കഴിയും, നന്മയെ തകർക്കാനും കഴിയും. തിന്മയെ വളർത്താനും കഴിയും, ഈ യുവസമൂഹത്തിന് തിന്മയെ തകർക്കാനും കഴിയും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ധാരാളമുണ്ട്. ഒരു തിന്മ നമ്മുടെ രാജ്യത്ത് നടന്നപ്പോ, ഒരു അനീതി നടന്നപ്പോ, അവകാശം നിഷേധിക്കപ്പെട്ടപ്പോ അതിനു വേണ്ടിയിട്ട് പോരാടി ഒരു തിന്മയ്ക്കെതിരെയുള്ള ഒരു ഉജ്ജ്വലമായ പോരാട്ടമായിരുന്നു ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഈ CJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു വലിയ കൂട്ടം നടത്തിയ സമര പരിപാടികൾ. നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് പട്ടാളത്തിൽ നിന്നും പോലീസിൽ നിന്നും അടിയും ലാത്തി ചാർജിനും ഇരയാകുന്നത് നമ്മുടെ യുവസമൂഹമാണ്. ഓരോരുത്തർക്കും അവരുടേതായ ന്യായങ്ങൾ, അവരുടേതായ ആശയങ്ങൾ, ആദർശങ്ങൾ അത് നിലനിർത്തുന്നതിന് വേണ്ടി യുവസമൂഹം അവരുടെ കൊടിക്കീഴിൽ നിന്നുകൊണ്ട് സമര പോരാട്ടങ്ങൾ നടത്തുന്നു. നമ്മളെല്ലാവരും കാണുന്നത്. അവർ അതിന്റെ പേരിൽ അടികൊള്ളുന്നു, ചവിട്ടുകൊള്ളുന്നു, ജലപീരങ്കിയുടെ മുമ്പിൽ ഇരയാകുന്നു. അതുപോലെ തന്നെ പല അവയവങ്ങൾ നഷ്ടപ്പെടുന്നു. അങ്ങനെ തുടങ്ങി യുവാക്കൾ ഈ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾ യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമുദായത്തിന്റെ, നമ്മുടെ ചുണക്കുട്ടികളായ യുവാക്കൾ, ഏതൊരു ദീനിന്റെ വിഷയം വന്നാലും ഒരുപാട് പേരില്ല എങ്കിലും കുറച്ചു പേരെങ്കിലും അൽഹംദുലില്ലാഹ് ബോധമുള്ളവരന്മാരായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. പള്ളിയുടെ മുമ്പിലുണ്ട്, സമുദായത്തിന്റെ മുമ്പിലുണ്ട്, മദ്രസയുടെ മുമ്പിലുണ്ട്, ദീനീ സ്ഥാപനങ്ങളുടെ മുമ്പിലുണ്ട്. ഒരു ഭാഗത്ത് തിന്മയെ വളർത്താൻ ഇവിടെ വലിയൊരു ഗാനമേള വെക്കണമെങ്കിലും യുവാക്കൾ തീരുമാനിക്കണം. യുവാക്കൾ തീരുമാനിച്ചാലേ ഇവിടെ വലിയൊരു ഗാനമേളയോ നാടകമോ നടക്കുള്ളൂ. ഇനി ഒരു നബിദിന പരിപാടി വന്നെന്നിരിക്കട്ടെ, അവിടെയും യുവാക്കൾ തന്നെയാണ് മുൻപന്തിയിൽ. ഇനിയൊരു ഉളുഹിയ്യ കർമ്മം നടന്നു എന്നിരിക്കട്ടെ, അതിന്റെ മുമ്പിലും യുവാക്കൾ തന്നെയാണ് സജീവമായി നിലകൊള്ളുക. നേതൃത്വം കൊടുക്കാൻ ചിലപ്പോ
പ്രായം ചെന്നവരൊക്കെ ഉണ്ടാകും. മഹല്ലിൽ ഒരു പരിപാടി നടക്കുമ്പോൾ നേതൃത്വം കൊടുക്കാൻ ചിലപ്പോൾ മഹല്ലിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഉണ്ടാകും. എങ്കിൽ പോലും അവര് പോലും ആശ്രയിക്കുന്ന ഒരു സമൂഹം. നബിദിനം കടന്നു വരികയാണ്. ആ നബിദിനത്തിൽ നമ്മള് റാലി നടത്തുമ്പോൾ അതിന്റെ വോളണ്ടിയർമാരായിട്ട് നമ്മൾ നിശ്ചയിക്കുന്നത് ആരെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്? യുവസംഘടനകളെയാണ്. ഇവിടത്തെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മനോഹരമായി സുന്ദരമായ നിലയിൽ നമുക്ക് റാലികൾ നടത്താൻ കഴിയുന്നു. അങ്ങനെ തുടങ്ങി മഹല്ലിന്റെ പരിപാടികൾ വരുമ്പോ, സംഘടനയുടെ പരിപാടികൾ വരുമ്പോ എന്തിനും ഏതിനും പോസ്റ്റർ ഒട്ടിക്കാനും നോട്ടീസ് വിതരണം ചെയ്യാനും വിളച്ചടിച്ചു വെക്കാനും എത്ര വലിയ ഉയരത്തിന്റെ മുകളിൽ കയറിയിട്ട് കൊടി കെട്ടാനും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് തയ്യാറാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാരണവശാലും യുവസമൂഹത്തിനെ നമ്മുടെ മഹല്ലിൽ നിന്നോ നാട്ടിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ അകറ്റി നിർത്തേണ്ടതല്ല. അകറ്റി നിർത്തേണ്ട സമൂഹമല്ല, കൂട്ടരല്ല. അവരെ പരിഗണിക്കുക തന്നെ ചെയ്യണം. കാരണം ഈ ലോകത്ത് വന്നിട്ടുള്ള പ്രബോധനങ്ങളുമായി കടന്നു വന്നിട്ടുള്ള പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിൽ അധിക പേരും പ്രബോധന രംഗത്തേക്ക് ഇറങ്ങുമ്പോ നല്ല യുവത്വമുള്ള പ്രസരിപ്പുള്ള ചെറുപ്പക്കാരായിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം പിതാവ് ബിംബാരാധകനാണ്. ബിംബങ്ങളെ ഉണ്ടാക്കി നിർമ്മിച്ചിട്ട് വിൽക്കുന്ന ആളുമാണ്. ആ പിതാവിന്റെ മുഖത്ത് നോക്കിയിട്ട് ധൈര്യമായിട്ട് തൗഹീദിനെ കുറിച്ച് പറയാൻ ആർജവം കാണിച്ച മകനാൻ ചെറുപ്പക്കാരനായിരുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. وإذ قال إبراهيم لأبيه آزر أتتخذ أصناما آلهة إني أراك وقومك في ضلال مبين. സ്വന്തം പിതാവിനോട് ഒരു മകൻ പറഞ്ഞതാണ്, ഇന്നി അറാഫി ളലാലിൻ മുബീൻ. പ്രിയപ്പെട്ട പിതാവേ, നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായ നികൃഷ്ടമായ പ്രവർത്തനങ്ങളാണ്. നിങ്ങൾ ഉൾമിലാണ്, നിങ്ങൾ അക്രമത്തിലാണ്, നിങ്ങൾ വഴികേടുതരത്തിലാണ്. ഈ തെറ്റിൽ നിന്നും ഈ അപരാധത്തിൽ നിന്നും നിങ്ങൾ മാറണം. ഇത് പാതകമാണ് എന്ന് ഒരു സ്വന്തം പിതാവിനെ തെറ്റിതിരുത്തി കൊടുക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആർജവമുണ്ടായെങ്കിൽ ആ ആർജവം എവിടെ നിന്നാണ് കിട്ടിയത് എന്നറിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഇബ്രാഹിം നബിയുടെ യുവത്വത്തിന്റെ പ്രസരിപ്പായിരുന്നു. അതേ, ആ ചോരത്തിളപ്പ് കൊണ്ടായിരുന്നു. അവരാരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെ മുഴുവനും ഒറ്റയ്ക്ക് തന്നെ തച്ചുടക്കാൻ ധൈര്യം കാണിക്കാൻ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കഴിഞ്ഞെങ്കിൽ ആ ഇബ്രാഹിം നബി യുവാവായിരുന്നത് കൊണ്ടാണ്, ആ ഇബ്രാഹിം നബി ചെറുപ്പക്കാരനായിരുന്നത് കൊണ്ടാണ് സഹോദരങ്ങളെ ഒറ്റയ്ക്ക് തന്നെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ധീരമായി നേരിട്ടത്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബിക്ക് പടച്ചവനായ തമ്പുരാൻ ഒരു പേര് ചാർത്തി കൊടുത്തില്ലേ? ഖലീലുള്ളാഹ് എന്ന പേര് ചാർത്തി കൊടുത്തു എന്ന് മാത്രമല്ല, വിശുദ്ധമായ ഖുർആനിൽ ഇബ്രാഹിം നബിയെ കുറിച്ച് പടച്ചവനായ തമ്പുരാൻ പരിചയപ്പെടുത്തിയത് ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ. ഇബ്രാഹിം നബി ഒരു സമുദായമായിരുന്നു, ഇബ്രാഹിം നബി ഒരു സംഘടനയായിരുന്നു, ഇബ്രാഹിം നബി ഒരു പ്രസ്ഥാനമായിരുന്നു. ഇബ്രാഹിം നബി ഒറ്റയ്ക്കല്ല, ഒരാളല്ല. ഇബ്രാഹിം നബി സിംഗിളല്ല. ഇബ്രാഹിം നബി വലിയൊരു സമൂഹമായിരുന്നു. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സംഘടനയായിരുന്നു, ഒരു പ്രസ്ഥാനമായിരുന്നു. ആളൊറ്റയ്ക്കേ ഉള്ളൂ. പക്ഷേ ആ ഒറ്റയ്ക്ക് ഒരു സമൂഹം ചെയ്യേണ്ടുന്ന ജോലികൾ, ഒരു സമുദായം ഒരുമിച്ച് നിന്ന് ചെയ്യേണ്ട ജോലികൾ, ഒരു കൂട്ടം യുവാക്കൾ ഒരുമിച്ച് നിന്ന് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നെഞ്ചു വിരിച്ചുകൊണ്ട് നിന്ന് ചെയ്ത ഒരു യുവാവായിരുന്നു ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതൈനാഹുൽ ഹുക്മ സബിയ്യ. യഹ്യാ നബിയെ കുറിച്ച് വിശുദ്ധമായ ഖുർആനിൽ എന്താ പറഞ്ഞത്? ചെറിയ പ്രായത്തിൽ തന്നെ അല്ലാഹു തആല പരിജ്ഞാനം,
വിജ്ഞാനം കൊടുത്ത പ്രവാചകനായിരുന്നു യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്. അത് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. യുവാത്വത്തിന്റെ ആ പ്രസരത്തിൽ തന്നെ വലിയൊരു തെറ്റിൽ നിന്നും ഓടി അകലുകയും അതിലൂടെ രാജാധികാരം കിട്ടുകയും ചെയ്ത ഒരു പ്രവാചകനായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. പ്രവാചകൻ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം സൗന്ദര്യത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ യൂസുഫ് നബിയും നല്ല പ്രസരിപ്പുള്ള ചെറുപ്പക്കാരനായിരുന്നു. ഇങ്ങനെ തുടങ്ങി ധാരാളം പ്രവാചകന്മാർ, ധാരാളം സ്വഹാബാക്കൾ, ധാരാളം മഹാന്മാർ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഇടയിലേക്ക് വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരൊക്കെ യുവാക്കളായിരുന്നു. പ്രായം ചെന്നിട്ടല്ല പ്രബോധന രംഗത്തേക്ക് ഇറങ്ങിയത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രിയപ്പെട്ടവരെ പ്രബോധനത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഖുർആനിന്റെ ആയത്തുകൾ സമൂഹത്തിന് കേൾപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ 40 വയസ്സിലാണല്ലോ വിശുദ്ധമായ ഖുർആൻ അവതീർണമായത്. എന്നാൽ അതിനു മുമ്പേ തന്നെ ലോകത്തിന് മാതൃക കാണിക്കാൻ 25 വയസ്സിലും 20 വയസ്സിലും 30 വയസ്സിലും 35 വയസ്സിലും യുവത്വം തുറമ്പി നിൽക്കുന്ന, പ്രസരിച്ച് നിൽക്കുന്ന സമയത്തും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമൂഹത്തിന് മാതൃകയായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ ഇബ്രാഹിം അല്ലാഹുവിന്റെ റസൂലിനെ സമുദായം ഇട്ടുകൊടുത്ത, ഖുറൈശികൾ ഇട്ടുകൊടുത്ത, മക്കക്കാർ ചാർത്തിക്കൊടുത്ത ഒരു പേരായിരുന്നു അൽ അമീൻ. അൽ അമീൻ, അൽ അമീൻ, വിശ്വസ്തനാണ്. ഒരു വിശ്വസ്തനായ ചെറുപ്പക്കാരനായിരുന്നു നബിയുനാ വഹബീബുനാ വസയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകരും ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഖുർആൻ ഇറങ്ങിയത് 40-ാമത്തെ വയസ്സിലാണ്. ആ ചെറുപ്പം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധമായ ഖുർആൻ അവതീർണമാകുകയും പ്രബോധന രംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. ലോകത്തിന്റെ പ്രവാചകർ, നമ്മുടെ ഖൽബിന്റെ രാജാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ ഹദീസുകൾ പരതി നോക്കുമ്പോൾ, ആ നബിതങ്ങളുടെ ശൈലി നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ യുവാക്കൾക്ക് അള്ളാഹുവിന്റെ റസൂൽ കൊടുത്ത പരിഗണന അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. യുവാക്കൾക്ക് പ്രവാചകൻ കൊടുത്ത പരിഗണന വെറും തുച്ഛമായ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇസ്ലാമിലേക്ക് കടന്നു വന്ന അസ്ഹാബിന് ഉസൈദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 20 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. മക്കയിൽ നിന്നും മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുമ്പോ ആ മക്കയുടെ അമീറായിട്ട്, ഗവർണറായിട്ട് ഏൽപ്പിച്ചിട്ട് പോയത് ആരെയാണെന്നറിയോ? വെറും തുച്ഛമായ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട്. അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനെയാണ്, ആ ചെറുപ്പക്കാരന്റെ പേരാണ് അബ്ദാദ് ബിൻ ഉസൈദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ താഴ്ഭാഗത്തിരിക്കുകയാണ്. മുസ്ലിമാകുന്നതിന് മുമ്പ്, വിശ്വാസിയാകുന്നതിന് മുമ്പ് കഅബാലയത്തിന്റെ ചുവടിലിരിക്കുകയാണ് 3 കൂട്ടര്. 3 പേരിരിക്കുകയാണ്. ആരൊക്കെയാണ്? ഒന്ന് അബൂ സുഫിയാനാണ്, ഒന്ന് ഹാരിത്ത് ആണ്, മറ്റൊന്ന് ഉസൈദ് ബിൻ ഉസൈദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുമാണ്. ഈ 3 പേരും പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുമ്പിലിരിക്കുമ്പോ ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് ബാങ്ക് വിളിക്കുമ്പോ, ആ ബാങ്ക് വിളികളുടെ കർണപുടങ്ങളിൽ അലയടിക്കുമ്പോ അവിടെ നിന്നുകൊണ്ട് അബ്ദാദ് ബിൻ ഉസൈദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട പിതാവെങ്ങാനും ഈ ബാങ്ക് കേൾക്കുന്നുവെങ്കിൽ എന്റെ പിതാവിന് വലിയ ദേഷ്യമുണ്ടാകുമായിരുന്നു. ഈ ബാങ്ക് വിളിക്കുന്ന ബിലാലിനെ വന്ന് അടിക്കുമായിരുന്നു, പ്രഹരിക്കുമായിരുന്നു. എന്തോ അസഹനീയമായ വാക്കുകളാണിത്. ഇത് ഒരിക്കലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അരാജകത്വം നേരിടുന്ന ഒരു വാക്കുകളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ കഅബാലയത്തിന്റെ ഭാഗത്ത് തന്നെ നിലകൊള്ളുകയാണ് അബ്ദാദ് ബിൻ ഉസൈദ്.
എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ സമയത്ത് നല്ല പ്രസരിപ്പുള്ള, എന്തിനും ഏതിനും മടിക്കാത്ത, എന്തും ഏതും ചെയ്യാൻ തയ്യാറുള്ള 20 വയസ്സ് പ്രായക്കാരനായ, മറ്റൊന്നും ചിന്തിക്കാൻ കൂട്ടാക്കാത്ത, പിന്നോട്ടും നിന്നോട്ടും ഒന്നും തിരിഞ്ഞു നോക്കാൻ ഇല്ലാത്ത നല്ല പ്രസരിപ്പിന്റെ കാലഘട്ടമായിരുന്ന ആ അത്താബ് ബിൻ ഉസൈദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ 20 വയസ്സുള്ള ആ പ്രായമുണ്ടല്ലോ, ഇന്നത്തെ 20 വയസ്സുള്ള ചെറുപ്പക്കാരെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇന്ന് ഫുട്ബോൾ താരങ്ങളുടെ പിറകെ പോകുന്ന, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാരുടെ പിറകെ പോകുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സ് സ്പിരിറ്റോടുകൂടി പോകുന്ന, അല്ലെങ്കിൽ സിനിമാ നടന്മാരുടെ സിനിമാ ലോകത്തേക്ക് കടന്നു ചെല്ലുന്ന ചെറുപ്പക്കാരെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അത്താബ് ബിൻ ഉസൈദ് റളിയല്ലാഹു തആല അൻഹു ആദ്യമായിട്ട് ബാങ്ക് കേൾക്കുമ്പോ ആ ബാങ്കിനെ ആദ്യമായിട്ട് പരിഹസിച്ച ആളാണ്, കുറ്റം പറഞ്ഞ ആളാണ്, അതിനെ ആക്ഷേപിച്ചവരാണ്. എന്നാലോ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഈ ബാങ്കിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഇനി ബാങ്ക് വിളിക്കാൻ പാടില്ല എന്ന് പറയാൻ, ഇനി കഅബയുടെ മുകളിൽ ബാങ്ക് വിളിക്കാൻ പാടില്ല, ബാങ്ക് വിളിച്ചാൽ ബിലാലിനെ ഞാൻ തല്ലിയോടിക്കും എന്ന് പറയാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് അത്താബ് ബിൻ ഉസൈദ് റളിയല്ലാഹു തആല ചെല്ലുകയാണ്. ഒരു പ്രതിരോധത്തിന് വേണ്ടിയാ ചെല്ലുന്നത്, ഒരു സമരത്തിന് വേണ്ടിയാ ചെല്ലുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ചെല്ലുകയാണ്. ഞാനിനി ബാങ്ക് വിളിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറയാൻ വേണ്ടി നബി തങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോ, ഈ 3 പേരും കൂടി ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂല് അവര് വരുന്നത് കണ്ട് തന്നെ നബി തങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് 3 പേരോടും പറഞ്ഞു, നിങ്ങൾ വരുന്നത് ഇന്ന കാര്യത്തിന് വേണ്ടിയല്ലേ, നിങ്ങളുടെ ഉദ്ദേശം ഇന്നതല്ലേ, നിങ്ങൾ എന്നോട് ഇത് പറയാനല്ലേ കടന്നു വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത്താബ് ബിൻ ഉസൈദ് റളിയല്ലാഹു തആല അൻഹുവിനെ നെഞ്ചിടിക്കാൻ തുടങ്ങി. കാരണം എന്താണ്? കഅബയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇനി ബാങ്ക് വിളിക്കാൻ ഞാൻ സമ്മതിക്കൂല. പക്ഷെ ഒരാളും കേട്ടിട്ടില്ല. എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഹാരിസും അബൂ സുഫൈനുമല്ല, അബൂ സുഫ്യാനുമല്ലാതെ മറ്റൊരാളും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടില്ല. എന്നാലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നപ്പോ ആ പ്രവാചകൻ ഞങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇങ്ങോട്ട് തുറന്നു പറഞ്ഞപ്പോ ആ അത്താബ് ബിൻ ഉസൈദിന് മനസ്സിലായി, ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണ് യഥാർത്ഥ മതമെന്നോ. ആ ബാങ്കുകൾ വെറുതെ ഒരു വിളിയല്ല, വെറുതെ ഒരു വാചകമല്ല, അത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ വാചകങ്ങളാണ് എന്ന് മനസ്സിലാക്കി അത്താബ് ബിൻ ഉസൈദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. പരിശുദ്ധമായ കഅബ, പരിശുദ്ധമായ കലിമ ചൊല്ലിയിട്ട് അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് മുസ്ലിമായി. ഏത് അത്താബ് ബിൻ ഉസൈദ? 20 വയസ്സ് പ്രായക്കാരൻ. ഇനി ഞാൻ ബാങ്ക് വിളിക്കാൻ സമ്മതിക്കൂല എന്ന് പ്രവാചകനോട് പറയാൻ വേണ്ടി വന്ന അത്താബ് ബിൻ ഉസൈദ് റളിയല്ലാഹു അൻഹു. പക്ഷെ അവിടെ എന്താ സംഭവിച്ചത്? നബി തങ്ങൾ അവിടെ ഒരു മുഅ്ജിസത്ത് കാണിച്ചു. അവിടെ എന്താ പറഞ്ഞത്? നിങ്ങൾ വന്നത് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, ഇന്ന ഉദ്ദേശത്തിന് വേണ്ടിയിട്ടല്ലേ? അപ്പോൾ അവർക്ക് ബോധ്യമായി, റസൂൽ അത് ഹഖാണ്, അല്ലാഹു അത് ഹഖാണ്, കഅബാലയം അത് ഹഖാണ്, ബാങ്കുലി അത് ഹഖാണ് എന്ന് മനസ്സിലായി. ഉടനെ തന്നെ മുസ്ലിമാവുകയും ദിവസങ്ങൾ മാത്രം കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ അത്താബിനെ വിളിച്ചിട്ട് പറഞ്ഞു, അത്താബേ, ഞാൻ മദീനയിലേക്ക് ഹിജ്റ പോകുകയാണ്, ഇനി കുറച്ച് നാളത്തേക്ക് ഞാൻ ഇങ്ങോട്ടുണ്ടാകുന്നില്ല, അതുവരെയും ഞാൻ വരുന്നത് വരെയും ഈ മക്കയുടെ ചീഫ് അമീർ, ഈ മക്കയുടെ ചീഫ് ലീഡർ, ക്യാപ്റ്റൻ അത്താബേ നീയാണ്. ഒരു 20 വയസ്സുകാരനായ ചെറുപ്പക്കാരനെ അള്ളാന്റെ റസൂൽ മക്കയുടെ ഗവർണർ ആക്കിയിട്ട് ഏൽപ്പിച്ചിട്ട് പോകുകയാണ്. ആലോചിച്ച് നോക്ക്, അള്ളാന്റെ റസൂൽ ചെറുപ്പക്കാർക്ക് കൊടുത്ത പരിഗണന. അതുകൊണ്ട് ചെറുപ്പക്കാരെ, നമ്മളെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ടിരുന്നു. ആ നബിതങ്ങളെ കൂടുതലായി സ്നേഹിക്കാൻ ഒരു ചെറുപ്പക്കാരന് മാത്രമേ കഴിയുകയുള്ളൂ. മദീനയിൽ പോയി പ്രവാചകരുടെ റൗളയുടെ മുമ്പിൽ പോയി പൊട്ടിക്കരയാൻ യുവാക്കളെ നിങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെ എത്രയോ യുവാക്കൾ കിലോമീറ്ററുകൾ, മൈലുകൾ താണ്ടി അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുമ്പോ
പ്രവാചകരുടെ അനുരാഗികൾ ഏറ്റവും കൂടുതൽ പ്രായം ചെന്നവരല്ല, ചെറുപ്പക്കാരാണ്. ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോ പച്ചക്കുബ്ബയെ കാണുന്നതിന് വേണ്ടി അള്ളാന്റെ റസൂലിന്റെ റൗള തേടിയിട്ട് മൈലുകൾ താണ്ടിയിട്ട് വന്ന ചരിത്രങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ 20 വയസ്സുകാരും 25 വയസ്സുകാരും 30 വയസ്സുകാരുമായ ചെറുപ്പക്കാരായിരുന്നു എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ചെറുപ്പക്കാരെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ പരിഗണിച്ച അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കടന്നു വരികയാണ്. ആ ജന്മദിനത്തിൽ പ്രവാചകനെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് സ്നേഹിക്കുന്ന നിമിഷങ്ങളാണല്ലോ. പക്ഷെ അവിടെ കൊണ്ട് മാത്രം തീർക്കാൻ പാടില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ യുവാക്കളെ സ്നേഹിച്ചിരുന്നു, പരിഗണന കൊടുത്തിരുന്നു, അവരെ മുൻപന്തിയിൽ നിർത്തിയിരുന്നു. ഒരു യുദ്ധത്തിന് പോലും കൊടി കൈമാറിയിരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നിട്ട് പോലും ചെറുപ്പക്കാരായ സഹാബാക്കളെയായിരുന്നു മുൻപന്തിയിൽ ക്യാപ്റ്റനായിട്ട് നിർത്തിയിരുന്നത്. ബദറിന്റെ രണാങ്കണത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. ഉഹദിന്റെ രണാങ്കണത്തിൽ പല യുദ്ധങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോഴും ചെറുപ്പക്കാർക്ക് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തിരുന്ന പരിഗണന നോക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാർ ഈ സമുദായത്തിന്റെ നട്ടെല്ലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ സമുദായത്തിന്റെ, മഹലിന്റെ, നാടിന്റെ ചാലക ശക്തികളാണ് ചെറുപ്പക്കാർ. ഒരു നന്മയെ വളർത്താനും തിന്മയെ തടയാനും ഈ യുവ സമൂഹത്തിന് മാത്രമേ കഴിയുള്ളൂ.